പഠനം പൂർത്തിയാക്കിയാൽ നല്ലൊരു ഭാവി. ഇന്ന് ഒരു പ്രതീക്ഷയോടെയാണ് പല കുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി അവസരങ്ങൾ കിട്ടും. പക്ഷേ നമുക്കെന്താണ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സാലറി അത് ഇവിടെ ലഭിക്കില്ല. പെർമനന്റ് അധ്യാപകരില്ല, യൂണിവേഴ്സിറ്റികളിൽ VC ഇല്ല. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിൽ പോലും വേണ്ട വിധമുള്ള അധ്യാപകരില്ല. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ വളരെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ചോദിക്കണേ തന്നെ പൊതുവായിട്ട് വന്ന അപ്പോയിൻ്റുള്ള കോൺട്രാക്ട് ടീച്ചേഴ്സും കാര്യങ്ങളും ഇവരടക്കം പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് നോളജുള്ള അധ്യാപകര് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ അല്ല. ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾ മാറേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ പഠിച്ച പല കാര്യങ്ങളും അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ തിയററ്റിക്കലി മാത്രം കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ജോലിക്ക് കയറുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. കേരളത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതായത് ഒരു സമയത്ത് ഇവിടെ വരേണ്ട തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നിരവധി ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രത്യേകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ പഠിക്കുമ്പോൾ ഇവിടെ കാലഹരണപ്പെട്ട പല കോഴ്സുകളും വെറുതെ നമ്മളിപ്പോൾ ഞാൻ BA ഹിസ്റ്ററി പഠിച്ച ഒരാളാണ്. BA ഹിസ്റ്ററി അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കുറേ കാലഹരണപ്പെട്ട കോഴ്സുകൾ മാറേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളായാലും കാസർഗോഡ് കോളേജുകൾ കുറവാണ്, ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. ഒരു മറ്റ് ജില്ലകളെ നോക്കുമ്പോഴത്തേക്കും കാസർഗോഡ് ജില്ലയെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാസർഗോഡുള്ള വികസനങ്ങളില്ല. കാസർഗോഡ് ഇപ്പോഴും ഒരു പട്ടിക്കാട് പോലെയാണ് ഇപ്പോഴും മറ്റ് ജില്ലക്കാർ ഇപ്പോഴും കാണുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇപ്പോൾ നമ്മുടെ കോളേജുകൾ നോക്കിയാൽ തന്നെ ഈ പറയുന്ന ഈ അക്രമ സംഭവങ്ങൾ അതിനൊരു വലിയൊരു കാരണം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് പിള്ളേരെ പറഞ്ഞയക്കാൻ ഒന്നാമത് മാതാപിതാക്കൾക്ക് തയ്യാറല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കും തീരെ താല്പര്യം ഉണ്ടാവില്ല. ഞങ്ങളെ ഈ കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ്. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ക്ലിയർ എന്ന് പറയുന്ന എൻട്രൻസ് എഴുതി റാങ്ക് മേടിച്ച് ആണ് ഇവിടെ അഡ്മിഷൻ നേടുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് പെർമനൻറ്റ് ഫാക്കൽറ്റീസിൻ്റെ വളരെയധികം കുറവുണ്ട്. അതായത് സ്ഥിരം PSC എഴുതി ആ കൃത്യമായിട്ടുള്ള യോഗ്യതയുള്ള അധ്യാപകരുടെ കുറവ് അത് കൃത്യമായിട്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ പഠനത്തെയും മറ്റ് ക്വാളിറ്റികളെയും ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലോട്ട് പോകും, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ് നിലവിൽ നമ്മൾ കേരളത്തിൽ കാണുന്നത്. വളരെ വർദ്ധിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങി ജോലി സാധ്യത എന്നുള്ള സംഭവമാണ്. ഇപ്പോൾ കേരളം ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സാക്ഷരതയുടെ ഒക്കെ നോക്കുമ്പോൾ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് പോലും അത്രയും മികവിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ജോലി അവസരം നൽകാൻ പറ്റുന്നില്ല. അറിയാലോ, കേരളം ഇപ്പോൾ അടുത്ത ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും വിദേശ രാജ്യങ്ങളിലേക്കാണ് ജോലിക്ക് പോകുന്നത്. കേരളത്തിലിപ്പോൾ PSC പോലുള്ള പിൻവാതിൽ നിയമങ്ങളാണ് നടത്തിക്കൊണ്ട്. CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ മക്കളായാൽ അവർക്ക് ജോലിയുണ്ട്, CPM-ൻ്റെ ഏരിയ സെക്രട്ടറിയുടെ മക്കളായാൽ അവർക്ക് ജോലിയുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. ഞാൻ നിലവിൽ റിസർച്ച് ചെയ്യാണ്. ഞങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള യാതൊരു ജേർണൽസോ മെറ്റീരിയൽസോ ഒന്നും യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ അല്ല. ചോദിക്കാൻ നേരത്ത് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്ത് ഇതിൻ്റെ മെറ്റീരിയൽസ് കണ്ടെടുക്കാനാണ് പറഞ്ഞത്. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മറുപടിയാണിത്. മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് വേണ്ടത് റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ BTech പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, BSc MSc പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇവർക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഇല്ല, സൗകര്യമില്ല, അധ്യാപകരും ഇല്ല. അവർക്ക് വളരെ സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ പല ജോലികളും അവരെ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കുറെ വിദ്യാർത്ഥികൾ പുറത്തു പോയി പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് എടുക്കുന്നത് പുറത്തായിരിക്കും. ഇപ്പൊ പഠിക്കാനാണെങ്കിൽ തന്നെ കുറെ വിദ്യാർത്ഥികൾ പുറത്തു പോയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ കരിക്കുലം ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. ജോലി സാധ്യതയുള്ള, അതായത് എത്രയോ അധ്യാപകരെ ലക്ഷക്കണക്കിന് സാലറി കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നടക്കുന്നത്. ഇവിടെ പുതിയ അപ്ഗ്രേഷൻ ഒന്നും വരുന്നില്ല. ഡീംഡ് ഇനി പ്രൈവറ്റ് മേഖലയിൽ പോലും കുട്ടികൾക്ക് പുറത്ത് പോകേണ്ട അവസ്ഥയാണ്. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുള്ള ഭീമമായ തുക അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കേരളത്തിലേക്കല്ല വരുമാനം എത്തുക. ഇവിടെ എത്ര തൊഴിൽ സാധ്യതകൾ കേരളത്തിൽ ഉണ്ടാകും. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ എത്ര അധ്യാപക അനധ്യാപക നിയമനങ്ങൾ ഇവിടുത്തെ പല ആളുകൾക്കും ജോലി സാധ്യതകൾ ഉണ്ടാകും. ഇതിൻ്റെ കൂടാതെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന കോഴ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ നിന്ന് വിഭിന്നമായ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന ഡാറ്റാ സയൻസ്, BScയുടെ തന്നെ എത്ര വ്യത്യസ്തമായ കോഴ്സുകളാണ്. ആകെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ദേവേരി ക്യാമ്പസിൽ മാത്രമേ ന്യൂ ജനറേഷൻ കോഴ്സുകൾ വന്നിട്ടുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോയാൽ പുതിയ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഈ പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ നഷ്ടം. PSc റാങ്ക് ലിസ്റ്റ് അറിയാം. പല റാങ്ക് ലിസ്റ്റുകളും പലരും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് വാങ്ങിച്ചിട്ട്
എല്ലാ റാങ്ക് ലിസ്റ്റുകളും അങ്ങനെ തന്നെ അസാധുവാണ് ഉണ്ടായത്. കാരണം ഇവർക്ക് വേണ്ടവരെ അപ്പോയിന്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ആ സമയത്ത് അപ്പോയിന്റ് ചെയ്യുക. അല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് വാങ്ങിച്ച പലരുടെയും അവസരം നഷ്ടപ്പെട്ട് അത് കാരണം തന്നെയാണ് പല സ്ഥാപനങ്ങളും ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡായിക്കോട്ടെ, ഈ സ്ഥാപനങ്ങളെല്ലാം ഈ ഒരു 10 കൊല്ലത്തിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഉണ്ടെങ്കിൽ ഈ അനധികൃത നിയമനം ഈ ഇടത് സർക്കാർ കൊണ്ടാടി നടന്നുകൊണ്ട് തന്നെയാണ്. ഒന്നാമത് നമ്മുടെ വിദ്യാഭ്യാസ സ്ട്രക്ചറാണ്, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. കാരണം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തക്കം ഒരു പ്രയോറിറ്റി എന്തിൽ കൊടുക്കുന്നില്ല, വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ബുക്കിൽ പഠിച്ച് ആ ഒരു അറിവ് നേടുക. ആ കുട്ടിക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുറമെ ഒരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലി ചെയ്യാൻ ആ കുട്ടിക്ക് വേണ്ട സ്കില്ലുകൾ ആ കുട്ടിക്ക് സാധാ ഈ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് കിട്ടുന്നില്ല. അത് വളരെ ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ നയമെന്ന് പറയുന്ന പ്രൈവറ്റൈസേഷനാണ്, അതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ എതിർത്തു. ഇപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അവർ തന്നെ വീണ്ടും രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളുടെ യൂണിവേഴ്സിറ്റീസിൽ സ്കോപ്പുകൾ കുറവാണ്, കോഴ്സുകൾ കുറവാണ്. ഇപ്പോൾ ലോ കോളേജ് ആവട്ടെ, മറ്റ് പല കോളേജുകളാവട്ടെ, നമ്മളുടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ഒരു കോഴ്സോ കാര്യങ്ങളോ അവർക്ക് വേണ്ട ഫെസിലിറ്റീസോ ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ വരെ അവർ ചൂസ് ചെയ്യുന്നത് പുറത്തേക്കുള്ള അവസരങ്ങളാണ്. നമ്മുടെ ഏറ്റവും കഴിവുറ്റ ഒരു യുവനിര പുറത്തേക്ക് പോവുക, എന്നിട്ട് അത്രയും പ്രൊഡക്റ്റീവായ നമ്മുടെ ഭാവിയാവേണ്ട തലമുറ പുറത്ത് തന്നെ ജീവിതം തുടരുകയാണ്, അവിടെ താമസിക്കുന്ന. ഇനി ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇതൊന്നും മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല യൂത്തിന് കേരളത്തിലായാലും ഇന്ത്യയിലെ നിലവിലെ സാഹചര്യം നിൽക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഈ രാജ്യത്തുള്ളത്. അത് മാറേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വിധത്തിലുള്ള ഒരു സംഭവം, ഒരു എലമെന്റ് ഇപ്പോഴത്തെ കോഴ്സുകളിലൊന്നിലും ഇല്ല. കാരണം പണ്ട് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നത്. ആ ഒരു ഡിഗ്രി സിസ്റ്റം എങ്ങനെയാണോ, പക്ഷെ ആ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം ജോലി കിട്ടുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടല്ല ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ലോ കോളേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അവിടേക്ക് ഉള്ളതിനൊക്കെ വ്യത്യസ്തം എന്ന് പറയുന്നത് ഇവിടെ നല്ല യോഗ്യരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ എൻട്രൻസ് എഴുതി പഠിക്കാൻ വരുന്നത്. ഇവിടുത്തെ ഈ മറ്റ് അധ്യാപകരെ കുറ്റപ്പെടുത്തുകയല്ല, എന്നിരുന്നാലും ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വിദ്യാർത്ഥികളിൽ ലഭിക്കുമല്ലോ. അത്തരത്തിലുള്ള അപാകത ഇവിടുത്തെ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഉണ്ട്. ആ ഒരു അന്തരീക്ഷം മാറുകയും പിന്നെ പുതിയ കോഴ്സുകൾ വരികയും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കോൺക്ലേവ്, എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, അതിനൊരു കോൺക്ലേവ് നടത്തിയിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ സർക്കാർ പറയുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം അത്ര ഉയർന്നതായത് ഇത് LDF ഭരിച്ചുകൊണ്ട് ഉയർന്നതല്ല. നാളുകളായിട്ട് കേരളത്തിൻ്റെ രീതി എങ്ങനെയാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടാണ്. പിന്നെ അറിയാലോ, കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ട സമയത്താണ് മിക്ക യൂണിവേഴ്സിറ്റികൾ വന്നും ഇതിൻ്റെ നിലവാരമൊക്കെ ഉയർന്നതും. ഒരു 10 വർഷത്തിൽ ഇത് എത്രത്തോളം അവർക്ക് ഇടിയിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ ഇടിയിച്ചിട്ടുമുണ്ട്. ജോലി സാധ്യതകളും സാലറിയും എല്ലാം അവിടെയാണ് കൂടുതലായിട്ട് അവർക്ക് മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ, നല്ലൊരു ഭാവിക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്താണ് എല്ലാവരും പുറത്തേക്ക് പഠനത്തിനായി പോകുന്നത്. എന്തൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് അറിയാൻ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ വിദേശത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉറപ്പാണ് എന്നുള്ളൊരു ചിന്തയിലോട്ട് വിദ്യാർത്ഥികൾ മാറുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കണം. അതേപോലെ തന്നെ ജോലികൾ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ നമുക്ക് സർക്കാരിന് സാധിക്കണം. നിലവിലെ സർക്കാർ ആ ഒരു സാഹചര്യത്തിൽ ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്.